ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് അടുത്തിടെ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇതുവരെ ഒരു യൂറോപ്യൻ നേതാവും ഉപയോഗിക്കാത്തത്ര കഠിനമാണ്. മാർസ്ബർഗിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കവേ ഇറാൻ നേതൃത്വം ലോകത്തിന് മുന്നിൽ അമേരിക്കയെ അപമാനിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ചർച്ചക്കാർ വളരെ മിടുക്കരാണെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്ലാമാബാദിലേക്ക് വിളിപ്പിച്ച് വെറും കൈയോടെ തിരിച്ചയച്ചതിലൂടെ ഒരു വലിയ ശക്തിയെയാണ് ഇറാൻ അപമാനിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാന്റെ സേന അമേരിക്കയെ ശ്വാസം മുട്ടിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ പോരാട്ടത്തിൽ നിന്ന് പുറത്തുകടക്കാൻ അമേരിക്കയ്ക്ക് ശരിയായ ഒരു പദ്ധതിയുമില്ലെന്ന് പറഞ്ഞ മെർസ് ഇറാനുമായുള്ള യുദ്ധത്തെ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്തു. ആ യുദ്ധങ്ങളെല്ലാം അമേരിക്കയുടെ പരാജയത്തിലും വേദനയേറിയ പിൻമാറ്റത്തിലുമാണ് അവസാനിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിന് മറുപടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ മെർസിനെ കഠിനമായി വിമർശിച്ചു. മെർസ് എന്താണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലെന്നും അദ്ദേഹത്തിന് വിവരമില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധമുണ്ടാകണമെന്ന് മെർസ് ആഗ്രഹിക്കുന്നതായി തോന്നുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഈ വാക്പോർ അമേരിക്കയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധത്തെ ശീതയുദ്ധകാലത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ അവസ്ഥയിലെത്തിച്ചിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മെർസ് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപിനെ കണ്ടത്. എന്നാൽ ഇന്ന് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ പരസ്യമായി പരസ്പരം അപമാനിക്കുകയാണ്. ഇത് വെറുമൊരു അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അറ്റ്ലാന്റിക് സഖ്യം തകരുന്നതിന്റെ ലക്ഷണമാണ്. മെർസിന്റെ വാദങ്ങൾക്ക് പിന്നിലെ സത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാനെതിരെ അമേരിക്ക യുദ്ധം തുടങ്ങുന്നതിനു മുമ്പ് യൂറോപ്യൻ നേതാക്കളുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രംപുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകളിൽ താൻ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അന്ന് കുറച്ചുകൂടി ഉറപ്പിച്ചു പറയേണ്ടതായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ യുദ്ധ നടപടികൾ കാരണം ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഇന്ധനവില വർധനവും കടൽവഴിയുള്ള ഗതാഗത തടസ്സവും കാരണം ജർമ്മനിയുടെ വ്യവസായ മേഖല തകർന്നിരിക്കുകയാണ്. അതിനാൽ അമേരിക്കയെ വിമർശിക്കുന്നത് ഇപ്പോൾ മെർസിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യമായി മാറിയിരിക്കുന്നു. ഈ അവസ്ഥ ജർമ്മനിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അമേരിക്കയെ ഇനി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളിയായി കാണാൻ കഴിയില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. സ്പെയിൻ പ്രധാനമന്ത്രി തങ്ങളുടെ രാജ്യത്തെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നിഷേധിക്കുകയും ഈ യുദ്ധം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയെ സഹായിക്കാൻ ബ്രിട്ടൻ തങ്ങളുടെ നാവികസേനാ കപ്പലുകൾ അയക്കാൻ വിസമ്മതിച്ചു. ഇങ്ങനെ യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിന്ന് അകന്നുപോവുകയാണ്. ഇറാൻ തകരുമെന്നും അമേരിക്ക വിജയിക്കുമെന്നും പറയുന്ന കഥകൾ വിശ്വസിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇനി തയ്യാറല്ല. അമേരിക്ക നൽകുന്ന വിവരങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് അവർ കരുതുന്നത്. ട്രംപ് എത്ര തവണ യൂറോപ്യൻ നേതാക്കളെ വിമർശിച്ചാലും യഥാർത്ഥ അവസ്ഥ മാറാൻ പോകുന്നില്ല. ഇറാൻ ഇപ്പോഴും ശക്തമായി തുടരുന്നു. ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടച്ചിരിക്കുന്നു. അമേരിക്കയുടെ മിസൈലുകൾ കുറഞ്ഞു വരികയാണ്. റഷ്യ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ഇത്രയും കാലം യൂറോപ്യൻ നേതാക്കൾ രഹസ്യമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ജർമ്മൻ ചാൻസലർ ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ തീരുമാനങ്ങളെ യൂറോപ്പ് കണ്ണടച്ച് പിന്തുണച്ചിരുന്ന കാലം അവസാനിച്ചു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും മെർസിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു.